Houston copies and concurs. The European service module now separated from Integrity. A job well done. Eastburn, a 19-second firing of Integrity's thrusters. GPS 2 minutes, 25 seconds away. This is Yes. 18 സെക്കൻഡ് നേരം ത്രസ്റ്ററുകൾ ബേൺ ചെയ്താണ് സെപ്പറേഷൻ സംഭവിക്കുകയും സെപ്പറേഷൻ ശേഷം സംഭവിച്ചത്. അത് കൃത്യമായി ഭൂമിയിലേക്കുള്ള ഈ ക്രൂ മൊഡ്യൂളിന്റെ ഗതി നിർണ്ണയിക്കുന്നതിനുള്ള ത്രസ്റ്റർ ബേണിംഗ് ആയിരുന്നു. അതും പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ വളരെ പെർഫെക്റ്റായി, പിക്ചർ പെർഫെക്റ്റായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നാസയിൽ നിന്നുള്ള അറിയിപ്പ്. താഴെ ഇപ്പോൾ അക്ഷരപരായി കാത്തിരിക്കുകയാണ് ഈ ശാസ്ത്രലോകം. ഇപ്പോൾ സ്റ്റുഡിയോ കൗണ്ട് ഡൗൺ കാണിക്കുന്നു. 25 മിനിറ്റും 42 സെക്കൻഡും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അരമണിക്കൂർ പോലുമില്ല. ആ നിർണായകമായ മുഹൂർത്തത്തിന് ഇനി കേവലം 25 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മൾ കാത്തിരിക്കുകയാണ് ആ 4 പേരെ. അവർക്ക് വലിയ സ്വീകരണം നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. അവരുടെ ഈ യാത്രയുടെ ആദ്യ ദിവസം നമുക്ക് ഓർമ്മയുണ്ട്. വലിയ സ്വീകരണം നൽകിയാണ്, അവരെ വരവേറ്റാണ് തിരികെ യാത്രയപ്പ് നൽകിയത്. ആദ്യം അവരെ വരവേൽക്കുന്നു ഈ കെനഡി സ്പേസ് സെന്ററിലേക്ക്. പിന്നീട് അവർക്ക് വികാര നിർഭരമായ ഒരു യാത്രയപ്പ് നമ്മൾ നൽകിയിരുന്നു. കാരണം നമ്മൾ ഇന്നും അകലേക്ക് പോവുകയാണ്. അകലേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ലല്ലോ, 4,06,771 കിലോമീറ്റർ അകലേക്ക് നമ്മൾ അവരെ പറഞ്ഞയച്ചതാണ്. അവർക്ക് വികാര നിർഭരമായ യാത്രയപ്പ് നമ്മൾ നൽകിയതാണ്. ഇപ്പോൾ അവർ ആ ദൗത്യം പൂർത്തിയാക്കി മടങ്ങി ഭൂമിയിലേക്ക് എത്തിയാണ്. അവർക്ക് വിയോജിത ഒരു സ്വീകരണം നൽകേണ്ടതുണ്ട്. എല്ലാവരും ഒരുപോലെ അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അവർ നമ്മുടെ പ്രതിനിധികളായി ചന്ദ്രനരികിലേക്ക് പോയവരാണ്. അവർ തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്താൻ പോകുന്നു. അവർ വീണ്ടും ഇത്തരം ദൗത്യങ്ങളിൽ പങ്കെടുക്കും എന്ന് അവർ അറിയിക്കുന്നുണ്ട്. ഇത് തരുന്നൊരു പുതിയ ഊർജ്ജമാണ്. ഇനി ഇത്തരം ദൗത്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്നവർ പരസ്പരം പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അവരോടൊപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ 4,06,771 കിലോമീറ്റർ എന്ന അകലം അത് വളരെ കുറച്ചു കാലം മാത്രം റെക്കോർഡ് ബുക്കിൽ കഴിയട്ടെ, വളരെ പെട്ടെന്ന് തന്നെ അത് ഭേദിക്കട്ടെ അടുത്ത മനുഷ്യർ, അടുത്ത സംഘം എന്നുകൂടി പറയുമ്പോൾ ഇനി വരാൻ പോകുന്നത് ഇത്തരം ദൗത്യങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഒരുപാട് ബഹിരാകാശ ദൗത്യങ്ങൾ നടക്കാൻ പോകുന്നു. നമുക്കറിയാം ISROയും ഗഗൻയാൻ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും അഭിമാനകരമായ ദൗത്യം അത് നടത്താൻ പോവുകയാണ്. അതിന് മുന്നോടിയായുള്ള ടെസ്റ്റുകൾ, അതിന്റെ സെക്കൻഡ് ടെസ്റ്റുകൾ കഴിഞ്ഞ ദിവസം നടക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയെ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ ബഹിരാകാശ ദൗത്യങ്ങളിലേക്ക് വളരെയധികം ഫോക്കസ് ചെയ്യുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നമ്മുടെ ഒരു ഗഗൻ യാത്രി അത് ഉണ്ടാകാൻ പോവുകയാണ്. അത് മറ്റു രാജ്യങ്ങൾ, ചൈന അടക്കമുള്ള, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ മിഷനുകൾ ഇനി വരും വർഷങ്ങളിൽ നടത്തുകയും ചെയ്യും. ഇപ്പോൾ നാസ പറയുന്നു 2030 ചന്ദ്രനിൽ ആൾക്കാരെ ഇറക്കും. അതിനു മുമ്പേ ഇറക്കാമെന്ന അവകാശവാദം ചൈന നടത്തുന്നുണ്ട്. അങ്ങനെ ഈ 1960കളിലും 70കളിലും എന്ത് കണ്ടോ അതുപോലെ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ആരോഗ്യകരമായ, ആ വാക്ക് വളരെ പ്രസക്തമാണ്, ആരോഗ്യകരമായ ഒരു മത്സരം നടക്കാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി അറിയുക. വീണ്ടും നമുക്ക് തത്സമയ ആ ദൃശ്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ നാസയുടെ കൺട്രോൾ സെന്റർ, ഗ്രൗണ്ടിലെ മിഷൻ കൺട്രോൾ സെന്റർ നമുക്ക് കാണാം. ഭൂമിയിലുള്ള കൺട്രോൾ സെന്റർ ആണ്. അവർ കൃത്യമായി ഈ ഒറൈൻ പേടകത്തിന്റെ താഴേക്കുള്ള വരവ് വീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബ്ലാക്ക് ഔട്ടിന്റെ സമയം കൂടിയാണ്. ഭൂമിയുമായി കുറച്ച് സെക്കൻഡ് സമയം യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഈ പേടകത്തിന് വരേണ്ടി വരും. ഒരു പ്ലാസ്മ ഫോർമേഷൻ ഈ പേടകത്തിന് ചുറ്റും സംഭവിക്കുന്നത് കൊണ്ടാണ് ആ ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ഇനി ഭൂമിയിലൂടെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കാണുന്നു. ആ അന്തരീക്ഷത്തിലേക്ക് കടക്കാൻ ഇനി കേവലം മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അതിന്റെ തത്സമയ നറേഷനിലേക്ക് കൂടി. This view out of one of Integrity's windows. We had a call for 3 good barrows. Those are barometric pressure sensors that feed altitude and rate of descent information to Integrity's computers that will trigger the parachute deployment sequence. We are less than 9 minutes away from entry interface, 22 minutes from splashdown. Yes. 9 മിനിറ്റ് മാത്രമാണ് ഇനിയിപ്പോൾ അന്തരീക്ഷത്തിലേക്കുള്ള എൻട്രിക്ക് ബാക്കിയുള്ളത് എന്ന അറിയിപ്പ് വന്നു കഴിഞ്ഞു. ഒപ്പം ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ 5:15 സമയം. ഇനി 17 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കി ഉള്ളത് ഈ സ്പ്ലാഷ് ഡൗണിന് എന്നുകൂടി അറിയുക. 5:37 ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുക. ഇനി കേവലം മിനിറ്റുകൾ മാത്രമാണ്. 9 മിനിറ്റ് സമയമാണ് ഈ റീ എൻട്രി, അന്തരീക്ഷത്തിലേക്കുള്ള റീ എൻട്രിക്ക് ഇനി ബാക്കിയുള്ളത്. ഏറ്റവും ക്രൂഷ്യലാണ്. അതോടൊപ്പം തന്നെ കുറച്ചു മുൻപ് നമ്മൾ തത്സമയം കണ്ട ദൃശ്യം ഈ പറയുന്ന ഒറൈൻ പേടകത്തിന്റെ ഗ്ലാസ് വിൻഡോ, അതിലുള്ള തത്സമയ ദൃശ്യമാണ്, അതിനകത്തുള്ള ദൃശ്യമാണ് കണ്ടത്. എല്ലാം
കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞരും അറിയിക്കുന്നത്. നമ്മൾ ആകാംക്ഷയോടെ കൂടി തന്നെ ഈ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രമേൽ വേഗത്തിലാണ് ഈ താഴേക്കുള്ള മടക്കം എന്നുകൂടി പ്രേക്ഷകർ അറിയുക. ഏതാണ്ട് ശബ്ദത്തേക്കാൾ 35 മടങ്ങ് അധികം വേഗത്തിലായിരിക്കും ഈ പേടകം താഴേക്ക് പതിക്കുക 5:23 കൂടി എന്ന് മനസ്സിലാക്കുക. ഇനി അതിന് കേവലം മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതാണ്ടൊരു 4 ലക്ഷം അടി മുകളിലായിരിക്കും അപ്പോൾ ഈ പേടകത്തിന്റെ സ്ഥാനം ഭൂമിയിൽ നിന്നും. 4 ലക്ഷം അടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ അകലെ നമുക്ക് നോക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും ദൂരത്തിലേക്ക് ഈ പേടകം വരികയും ചെയ്യും. ആ സമയത്താണ് ഈ അന്തരീക്ഷത്തിലേക്കുള്ള എൻട്രി സംഭവിക്കുക. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലെ പാളിയിലേക്ക് ഈ പേടകം വന്ന് ടച്ച് ചെയ്യുകയും ചെയ്യും. ആ സമയത്താണ് ഈ ഘർഷണം സംഭവിക്കുക. അന്തരീക്ഷ വായുവുമായി ഏത് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും ഒരു ഘർഷണം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും വലിയ വേഗത്തിൽ വരുന്ന ഏതൊരു വസ്തുവും ഈ ഘർഷണം കാരണം വലിയ താപം ജനറേറ്റ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യും. ആ താപനില കൊണ്ട് തന്നെ ഒരുപക്ഷെ തീഗോളമായി ആ വസ്തു അതേതായാലും, അത് ഒരു കല്ലായാലും ശരി ഒരു പേടകമായാലും ശരി മാറുകയും ചെയ്യും. അത്രമേൽ വേഗമുണ്ട്. അതുകൊണ്ടാണ് ഈ അന്തരീക്ഷ വായുവുമായുള്ള ഘർഷണം അത് വളരെ വളരെ വലുതാണെന്ന് പറയാൻ കാരണം. ഏതാണ്ട് 2600 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഊഹിക്കാവുന്നതിനപ്പുറവും വലിയ ചൂടാണെന്ന് അറിയുക. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുക, വെറും 100 ഡിഗ്രി സെൽഷ്യസിൽ. ഇത് 2600 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം വലിയ താപമാണ്. അതുകൊണ്ട് തന്നെ ആ താപം ഉള്ളതുകൊണ്ട് തന്നെ ഈ തീഗോളം പോലെയായി മാറും ഈ ഒറൈൻ പേടകം. അതാണ് ഭൂമിയിലേക്ക് തിരികെ പതിക്കാൻ പോകുന്നത്. അതിന്റെ വേഗം കുറച്ചു കൊണ്ടുവരേണ്ടയും നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പാരച്യൂട്ടുകൾ ഉപയോഗിച്ചാണ് ആ വേഗം കുറച്ചു കൊണ്ടുവരിക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഒറൈൻ പേടകത്തിന്റെ വിൻഡോ ഷീൽഡിലുള്ള തത്സമയ ദൃശ്യമാണ്. അവിടെ നമുക്ക് കാണാം അതിനകത്തുള്ള മങ്ങിയ കാഴ്ച നമുക്ക് കാണുന്നുണ്ട്, പുറത്തേക്കുള്ള കാഴ്ചയും കാണുന്നുണ്ട്. നമ്മുടെ നാൽവർ സംഘം അവിടെ സ്പെഷ്യൽ സ്യൂട്ട് അണിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞതാണ്, ഈ സ്യൂട്ട് ഉപയോഗിക്കുന്നത് ലോഞ്ചിന് സമയത്തും പിന്നീട് ലാൻഡിംഗ് സമയത്തുമാണ് ഈ സ്യൂട്ട് ധരിക്കേണ്ടത്. അതൊരു ജീവൻ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉപകരണം കൂടിയാണ്, കൃത്യമായി ഓക്സിജൻ ലഭ്യമാക്കാനുള്ള ഉപകരണം കൂടിയാണ്. അത് ധരിച്ചാണ് 2 ഘട്ടങ്ങളിലാണ് അത് ധരിക്കേണ്ടി വന്നത് നമ്മുടെ യാത്രികർക്ക്. ഒന്ന് ലോഞ്ചിങ്ങിന്റെ സമയത്ത്, മറ്റൊന്നിപ്പോൾ അത് തിരികെ ലാൻഡിംഗ് സമയത്ത്. ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെയല്ല, ആ യാത്രികരെല്ലാം ആ ഓറഞ്ച് കളറുള്ള നമ്മുടെ ഒറൈനിന്റെ സ്പെഷ്യൽ ജാക്കറ്റ് ധരിച്ചിരിക്കുകയാണ്, ആ സ്യൂട്ട് ധരിച്ചിരിക്കുകയാണ്. അത് ധരിച്ചാണ് ഭൂമിയിലേക്കുള്ള ഈ മടക്കയാത്ര എന്നുകൂടി പ്രേക്ഷകർ അറിയുക. ഒരിക്കൽ കൂടി തത്സമയ കമന്ററിയിലേക്ക് പോകുന്നു. അതിലേക്ക് we do expect to lose communications with the vehicle and the crew during a 6-minute blackout period, when a plasma shield will build up around the spacecraft due to the ionization, due to heating effects. And Flight Dynamics has just confirmed we will നടക്കാൻ have a പോകുന്നു എന്ന അറിയിപ്പാണ്. അതായത് ഈ പേടകം നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു 6 മിനിറ്റോളം ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാവും. ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറയാൻ കാരണം യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ പേടകവുമായി ഭൂമിയിലെ കൺട്രോൾ സെന്ററിന് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത്രമേൽ വേഗത്തിൽ താഴേക്ക് പതിക്കുന്ന ഒരു പേടകം ആയി അത് മാറുകയും ചെയ്യും. ആ സമയത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്ലാസ്മ ഫോർമേഷൻ ആണ് പറയുക. ഈ പേടകത്തിന് ചുറ്റും ഈ വലിയ ഹീറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഒരു പ്ലാസ്മ ഘടനയിലായിരിക്കും അപ്പോൾ ഉണ്ടാവുക ഈ പേടകത്തിന് ചുറ്റും. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവില്ല 6 മിനിറ്റ് സമയത്ത്. അതുകൊണ്ടാണ് അതിന് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ മൊഡ്യൂളുമായി അല്ലെങ്കിൽ മൊഡ്യൂളിനകത്തുള്ള ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ കൺട്രോൾ സെന്ററിന് കഴിയില്ല. ഇപ്പോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വിൻഡോ ഷീൽഡിലൂടെ നമുക്ക് ആ ഭൂമിയുടെ വിദൂര ദൃശ്യം കാണുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുക. ഇനി കേവലം മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനായുള്ള കാത്തിരിപ്പിലാണ്. അതിന് സമയത്താണ് ഭൂമിയുടെ ഒരു വിദൂര ദൃശ്യം, ഭൂമിയുടെ താഴെ ഭൂമി നമുക്ക് കാണുന്ന രീതിയിലേക്കുള്ള ഒരു അകലത്തിലേക്ക് ഇപ്പോൾ ഈ ക്രൂ മൊഡ്യൂൾ വന്നിരിക്കുകയാണ്. ആ മൊഡ്യൂളിൽ നിന്നുള്ള പേടകത്തിൽ നിന്നുള്ള ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അത് ഭൂമിയോട് കൂടുതൽ അടുക്കുകയുമാണ്. ഇനി സംഭവിക്കാൻ പോകുന്ന ഘട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി 5:23 ഈ ശബ്ദത്തെക്കാൾ 35 മടങ്ങ് വേഗത്തിൽ താഴേക്ക് ഇത് പതിക്കാൻ പോകുന്നത്. ആ സമയത്ത് ആദ്യ ടച്ചാണ്, ആദ്യ എൻട്രിയാണ് അന്തരീക്ഷത്തിലേക്ക് ഉണ്ടാവുക. ആ സമയത്ത് ഒരു ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ അകലെ ഭൂമിയിൽ നിന്നും ഈ പേടകം ഉണ്ടാവുകയും ചെയ്യും. ആ സമയത്ത് ഘർഷണം ആരംഭിച്ചു തുടങ്ങും. സ്വാഭാവികമായിട്ടും വലിയ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. അത് പ്ലാസ്മിക് രൂപീകരണത്തിന് കാരണമാകും. ഈ പേടകത്തിന് ചുറ്റും ഒരു പ്ലാസ്മ ഫോർമേഷൻ ഉണ്ടാകും. ആ സമയത്ത്
അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യും. 6 മിനിറ്റ് നേരം ഒരു കമ്മ്യൂണിക്കേഷനും ഈ പേടകവുമായി താഴെ ഭൂമിയിലുള്ള കൺട്രോൾ സെന്ററിന് ഉണ്ടാവുകയുമില്ല. പിന്നീട് അത് വീണ്ടെടുക്കുക 5:33 കൂടിയാണ്. ആ സമയത്ത് ഈ പാരച്യൂട്ടുകൾ വിടർത്തേണ്ട സമയമാണ്. ഡ്രോഗ് പാരച്യൂട്ട്, ആ പാരച്യൂട്ട് വിടർത്തിയാണ് ഇതിന്റെ വേഗം കുറച്ചു കൊണ്ടുവരിക. പിന്നീട് ഈ വീണ്ടും മറ്റ് പാരച്യൂട്ടുകൾ ഉയർത്തേണ്ട സമയം ആയി വരികയും ചെയ്യും. ഏതാണ്ട് 5:34 കൂടി അത് സംഭവിക്കും. അതൊരു 6000 അടി ഉയരെ ഈ പേടകം എത്തുമ്പോഴാണ് ഈ കൂടുതൽ പാരച്യൂട്ടുകൾ വിടർത്തുക. അപ്പോൾ വീണ്ടും വേഗം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ഒടുവിൽ 5:37 സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി തത്സമയ ദൃശ്യങ്ങളിലേക്ക്. All of Integrity's systems are in great shape. The crew is ready to complete its mission just 15.5 minutes from now. All of the activities today have gone off in perfect fashion. No issues with the vehicle, no issues with the crew. And the weather at the splashdown site is go. Yes. ഇപ്പോൾ ഫൈനൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഇനി 15 മിനിറ്റ് മാത്രമാണ് ഈ സ്പ്ലാഷ് ഡൗൺ ബാക്കിയുള്ളത്. ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ ഒറൈൻ പേടകത്തിന് ഇന്റഗ്രിറ്റി എന്ന് കൂടിയാണ് വിളിപ്പേര്. ആ ഇന്റഗ്രിറ്റിയിലെ എല്ലാ ഘടകങ്ങളും പെർഫെക്റ്റ് ആയി വർക്ക് ചെയ്യുന്നു. ക്രൂ വളരെ പെർഫെക്റ്റ് ആയി അവരുടെ അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വെതർ കണ്ടീഷൻ അത് ലാൻഡിങ്ങിന് അല്ലെങ്കിൽ സ്പ്ലാഷ് ഡൗണിന് ഏറ്റവും അനുയോജ്യമാണ് എന്ന അറിയിപ്പ് കൂടി വരുന്നു. അപ്പോൾ 15 മിനിറ്റ് മാത്രമാണ്. 10 ദിവസമായി നമുക്ക് മുകളിൽ ചന്ദ്രനെ ചുറ്റിക്കറങ്ങി വരുന്ന ഈ മനുഷ്യരുണ്ടായിരുന്നു. ഇനി കേവലം 15 മിനിറ്റ് മാത്രമാണ് അവർ ഭൂമിയെ തൊടാൻ ബാക്കിയുള്ളത്. ഓർക്കുക, നമ്മൾ അരനൂറ്റാണ്ടിന് ശേഷമാണ് മനുഷ്യർ ചന്ദ്രനിലേക്ക് പോയത്, ചന്ദ്രനടുത്തേക്ക് പോയത്. ആ ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന 4 പേർ അവർ ഭൂമിയിലേക്ക് തിരികെ എത്താൻ പോകുന്നു, ഭൂമിയിലേക്ക് മടങ്ങി വരാൻ പോകുന്നു. അതിനിർണായകമായ ഘട്ടങ്ങളിലേക്ക് ഇനി കടക്കാൻ പോവുകയാണ്. കേവലം 15 മിനിറ്റ് മാത്രമാണ് ഭൂമിയെ തൊടാൻ ബാക്കിയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.